എൻ്റെ ഒരു സംശയം സാർ തീർത്തു തന്നോ? ഇങ്ങനെ വ്യത്യസ്തമായ ആളുകളും സൂപ്പർ സ്റ്റാറുകളും അഭിനയിച്ച എത്ര സിനിമ പൊട്ടിയെന്ന് അറിയിട്ടുണ്ട്? എത്ര നിർമ്മാതാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? സന്തോഷ് പണ്ഡിറ്റിന് ഇന്ന് വരെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടായി. എനിക്ക് സിനിമയോട് അങ്ങനെ സാറ് പറയുന്ന പോലത്തെ ഒന്നുമില്ല. എനിക്ക് ഇതൊരു പക്ക ബിസിനസ്. സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് തീരുമാനമെടുത്ത് സിനിമ എടുക്കുന്ന വ്യത്യസ്തനായ ഒരു സിനിമാക്കാരനാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള സമ്പാദ്യം കൊണ്ട് അദ്ദേഹം ഒരു സിനിമ എടുക്കുന്നു. അതിനിവിടെ ആർക്കാ പ്രതിഷേധം? കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം അദ്ദേഹം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അദ്ദേഹത്തിന് സ്വന്തമായി പടമെടുക്കാനുള്ള അവകാശമില്ലേ? കോടികൾ പണം മുടക്കുന്നവരുടെ ദല്ലാളായി മാറാൻ അദ്ദേഹത്തിന് സൗകര്യമില്ല. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അദ്ദേഹത്തെ കൂട്ടത്തോടെ ആക്രമിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം വിജയിച്ച് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കളങ്കവുമില്ല. അനർഹമായി ഒന്നും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതിയിലേറെ ചാരിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം ചിലവഴിക്കുന്നത്. അർഹമായ കയ്യിൽ എത്തണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെ സ്ഥലത്തെത്തി ദുരിതമനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ടത് നൽകുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. അതിൻ്റെ ദഹനക്കേടാണ് എല്ലാവർക്കും അദ്ദേഹത്തിനോടുള്ളത്. മിക്ക സെലിബ്രിറ്റികളും സിനിമാക്കാരും ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് ഹീറോകൾ. പക്ഷേ അവർക്ക് നമ്മുടെ പോക്കറ്റിലെ പണം മാത്രമാണ് ലക്ഷ്യം. റിയൽ ലൈഫിൽ പണ്ഡിറ്റാണ് ജനഹൃദയങ്ങളിൽ. നിങ്ങളുടെ എതിർപ്പും കലിപ്പുമൊക്കെ അദ്ദേഹം ആ പടത്തിൻ്റെ പരസ്യമായി മാറ്റുന്നു. സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും മാമ്പറകളും TV താരങ്ങളും എന്നും വിസ്മയത്തോടാണ് സന്തോഷ് പണ്ഡിറ്റിനെ കാണുന്നത്. മറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.